എടാ നിന്റെ ദേഹത്ത് ചെറിയച്ചൻ കേറി എന്ന് പറയുന്നതിൽ എനിക്ക് സ്വല്പം സംശയമുണ്ട്. അതെന്താ അമ്മാവ അങ്ങനെ പറയണേ? അതെ, വ്രതവും ശുദ്ധിയും ഒക്കെയുള്ള ദേഹത്തെ ഈ കോലോത്ത കാരണവന്മാരെ പ്രവേശിക്കാറുള്ളൂ. നിനക്ക് ഈ ഇടയായിട്ട് സ്വല്പം ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കണു. നല്ല കഥയായി. എനിക്ക് ജീവനിൽ പേടിയില്ലെന്നാണോ അമ്മാവൻ വിചാരിക്കണേ? അമ്മാവൻ വ്രതം ഒന്നും തെറ്റിക്കാണ്ടിരുന്നാ മതി. അനുഗ്രഹം എന്നും പറഞ്ഞ അടിച്ചെളിക്കാരിക്ക് വരെ ചുംബനം കൊടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, എനിക്കത് അങ്ങോട്ട് രസിക്കുന്നില്ലോട്ടോ. അത് ഞാനാ, വല്യച്ഛനല്ലേ? ഇക്കണക്കിന് ബ്രഹ്മചര്യം അങ്ങനെ ലംഘിച്ചിട്ട് അത് ഞാനാണോ വല്യച്ഛനല്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടാ പോരെ? കണ്ടോ, സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല. ഞാൻ ആരാണെന്ന് നോക്കിയതാ. അത് ഞാൻ നോക്കി പറഞ്ഞു തരാലോ. നമ്മുടെ അടിച്ചെളിക്കാരി മീനാക്ഷിയാ. യോ, നോക്കി നിന്ന് കൺട്രോളുകളാ ഞാനില്ല. ഞാൻ പോവാണേ. എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട്. നീ പോയിക്കോ. എനിക്ക് ഇത്തിരി നേരം കൂടെ കുളിക്കണം. മനഃശക്തി വേണടാ, മനഃശക്തി. ഓ, മനഃശക്തി സ്വന്തമായിട്ട് ആനയെ വാങ്ങാനോ കഴിവില്ല. അപ്പൊ പിന്നെ ഉത്സവം കണ്ട് രസിക്കാലോ അല്ലേ? നീ എന്താ ആനാന്ന് പറഞ്ഞോ? അല്ല, അമ്മാവനെ കണ്ട ഒരു ആന ചന്തണ്ടെന്ന് പറഞ്ഞതാ. ഇതൊന്നും അല്ലടാ, ഒരു 10 വർഷത്തിന് ശേഷം നീ എന്നെ കണ്ടിട്ടുണ്ടോ? പിന്നെ മനഃശക്തി തരണേ. ചിരിച്ചിട്ടൊന്നും കാര്യമില്ല, ബ്രഹ്മചാരിയായി പോയില്ലേ. ഇവളിത് എന്തു ഭാവിച്ച? ഞാൻ അത്രക്കാരനൊന്നുമല്ല. ഭഗവതി, മനഃശക്തി തരാൻ മറന്നു പോവല്ലേ. നീ മനഃശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ. കിട്ടില്ലോ, കിട്ടി. മീനാക്ഷി, മീനാക്ഷി, ഒന്ന് പൊങ്ങു മീനാക്ഷി. എനിക്ക് പ്രഷറുള്ളതാ. ടെൻഷൻ ഉണ്ടാക്കല്ലേ. പൊങ്ങു മീനാക്ഷി. നീ ഏതാ? എന്നെ അറിയില്ലേ? ഞാനിവിടുത്തെ ദാസിപ്പെണ്ണ. ദാസിപ്പെണ്ണോ? ആ. അപ്പൊ മീനാക്ഷിയല്ലേ അവിടെ കുളിച്ചോണ്ടിരുന്നത്? മീനാക്ഷി പോയല്ലോ. അതല്ലേ ഞാൻ തമ്പുരാന്റെ അടുത്തേക്ക് വന്നത്. ഇപ്പൊ ഇവിടെ ഞാനും തമ്പുരാനും മാത്രമേ ഉള്ളൂ. എനിക്ക് തമ്പുരാന് വലിയ ഇഷ്ടാ. നിന്നെ കണ്ട ഒരു ദാസിപ്പെണ്ണാണെന്ന് പറയില്ല. മംഗല്യ സൗഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ തമ്പുരാട്ടിയാക്കിയാലേ. എങ്കിൽ അതെന്റെ ഭാഗ്യ. സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇറങ്ങി നടക്കരുത്. ഇവിടെ സർവത്ര കുഴപ്പങ്ങളാ. എനിക്ക് പേടിയൊന്നുമില്ല. പേടിക്കണം. ദുരാത്മാക്കള് പലതും അലഞ്ഞു നടക്കണ സ്ഥലാ ഇത്. മരണത്തെ പേടിച്ചേ പറ്റൂ. മരണത്തെ എനിക്ക് പേടിയില്ലല്ലോ. അതെന്താ? ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഞാനിന്ന് മരിച്ചതാ. എന്താ പറഞ്ഞേ? തമ്പുരാൻ എന്ന് കുഞ്ഞാ, ഓർമ്മ കാണില്ല. എല്ലാവരും കൂടി ഒരിക്കൽ എന്നെ ജീവനോടെ ചിതയിൽ വെച്ച് കൊന്നതാ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്തു പറ്റി എന്റെ രാമന്? അയ്യോ കൃഷ്ണ, എന്താ പറ്റിയേ? എനിക്കൊന്നും അറിയില്ല മുത്തശ്ശി. ഞാൻ കുളി കഴിഞ്ഞ് നേരത്തെ പോയി. പക്ഷെ അമ്മാവൻ കുളിക്കുമ്പോ തൊട്ടപ്പുറത്ത് നിന്ന് ദാസി പെണ്ണുങ്ങൾ കുളിക്കുന്നുണ്ടായിരുന്നു. ഇനി ദുർബല നിമിഷത്തിലെ ബ്രഹ്മചര്യം വല്ലതും ചതിച്ചോ ഭഗവതി? പണിക്കരെ, ഉടനെ മേപ്പാടുന്ന വരുത്തുക. എന്തേ ഇത്ര വലിയ ആലോചന? എല്ലാം എന്റെ ആഗ്രഹം പോലെ നടന്നല്ലോ. ഉണ്ണിപ്പോ എന്റെ സ്വന്തമായില്ലേ? എനിക്ക് വിശ്വസിക്കാനാവണില്ല. വിശ്വസിച്ചോളൂ,
ഈ ഉണ്ണി മായക്ക് എന്നും സ്വന്തമായിരിക്കും. ഈ മുഖം, ഈ സ്നേഹം എന്നെ വല്ലാതെ അങ്ങ് കീഴ്പ്പെടുത്തി കളഞ്ഞില്ലേ? ഇനി നമ്മൾ മരണം കൊണ്ടേ അകലുകയുള്ളൂ. അടുത്ത ജന്മത്തിലും ഉണ്ണി എന്റേതായിരിക്കണമെന്ന് എന്റെ പ്രാർത്ഥന. കൈവിട. തൊട്ടുള്ള കളിയൊന്നും വേണ്ട മക്കളെ. നിങ്ങൾ മുത്തശ്ശിക്ക് കൊടുത്ത വാക്കൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഇവിടെ എന്തും ആകാമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ ആ പൂതി അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി. ഇന്ന് മുതൽ നീ ബ്രഹ്മചര്യം തെറ്റിക്കുന്നുണ്ടോ നോക്കാൻ മുത്തശ്ശി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് രഹസ്യമായിട്ട് നിങ്ങൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കാൻ ഒരുങ്ങിയാല് അപ്പൊ ഞാൻ അതിന് നടുക്കൊന്ന് വീഴും. എന്ന് വെച്ചാ ഒന്നും ഞാൻ സമ്മതിക്കില്ല. കുട്ടി, ഇന്ന് മുതൽ ഈ മുറിയാണ് കുട്ടിയുടെ കടപ്പറ. പേടിക്കണ്ട, ഉണ്ണി തൊട്ടടുത്ത മുറിയിലുണ്ട്, അതിന്റെ അടുത്ത മുറിയിൽ ഞാനുണ്ട്, അതിന്റെ അപ്പുറത്തെ മുറിയിൽ മുത്തശ്ശിണ്ട്. എന്ന് വെച്ചാൽ നേരം വെളുക്കുന്നവരെ ഈ വരാന്തേല് ആളുകളുണ്ട് എന്ന് അർത്ഥം. എന്തിനാ ഉണ്ണി ഇങ്ങനെ വെറുതെ നോക്കി വെള്ളം ഇറക്കണേ? ഇതിന് ഒരുങ്ങുമ്പോ തന്നെ ഞാൻ എല്ലാം പറഞ്ഞതല്ലേ. വാ വാ, നിന്റെ മുറി ഞാൻ ഒരുക്കിയിട്ടുണ്ടാ കുട്ടാ. വാ. ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയാണല്ലേ? അതെ. മുത്തശ്ശി എന്തൊക്കെ ചുമതലകൾ എന്നെ ഏൽപ്പിച്ചാലും എന്നിലൊരു മനുഷ്യനുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ധൈര്യമായി രാമനാമം ജപിച്ച് കമന്ന് അങ്ങോട്ട് കിടന്ന് ഉറങ്ങുക. ദാഹത്തിന് ഒരു കുപ്പി വെള്ളം എടുത്തു വെച്ചോ. നോക്കണ്ട, നിന്നെപ്പോലുള്ള ചെറുപ്പക്കാര് ചിലപ്പോ ജനലും പൊളിച്ച് അപ്പുറത്ത് കയറിന്ന് വരും. എന്താണാവോ? ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട് തന്നെ. പഴിവെക്ക്. ഇനി കുട്ടി ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. അമ്മാവാ, മിരിച്ചു നിൽക്കാണ്ട് പോയി കിടന്നുറങ്ങണ. അയ്യോ, എന്ത് കാണാനാ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്? എനിക്ക് കുന്നിൻ ചെരുവ് വലിയ ഇഷ്ടാ. നമുക്ക് ഈ കുന്നിന്റെ നെറുകിൽ ചെല്ലാം. എന്തിനാ? അവിടെ നിന്നാ സ്വർഗം വളരെ അടുത്ത് കാണാം. എനിക്ക് ഈ സ്വർഗമൊന്നും കാണണ്ട. പിന്നെ ഏത് സ്വർഗം സാറിന് കാണേണ്ടത്? എന്നെ സ്വർഗം കാണിക്കണമെങ്കിൽ മായ മനസ്സ് വെക്കണം. ഞാൻ മനസ്സ് വെച്ചിട്ട് എന്താ കാര്യം? ജപവും മന്ത്രവും ബ്രഹ്മചര്യൊക്കെ നടക്കുന്ന അന്ധവിശ്വാസികളുടെ കൂട്ടത്തിലല്ലേ ഉണ്ണിയും? എനിക്ക് അന്ധവിശ്വാസമൊന്നുമില്ല. മുത്തശ്ശിയെ പേടിയാണല്ലോ സത്യം. അതുകൊണ്ട് മുത്തശ്ശി കൊടുത്ത വാക്ക് പാലിക്കുന്നു. അതല്ല, ഉണ്ണിയുടെ കയ്യിലുണ്ടല്ലോ ഒരു ഏലസ്. ഓ, ഇതോ? വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല, മറ്റുള്ളവരുടെ സമാധാനത്തിന് വേണ്ടിയാ. ഓ, വലിയ ധൈര്യശാലി. ഗമ പറയാൻ ആർക്കാ വയ്യാത്ത? ഗമ പറഞ്ഞതല്ല, സത്യം. കയ്യിലെ ഏലസ് കണ്ടില്ലെങ്കിൽ മുത്തശ്ശി വഴക്ക് പറയലോ എന്ന് ഓർത്ത് കെട്ടുന്നതാ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അതങ്ങ് അഴിച്ചു കളഞ്ഞേ. ഇവിടെ മുത്തശ്ശിയില്ലല്ലോ. അഴിച്ചു കളഞ്ഞാൽ? എന്റെ ഭർത്താവ് ധൈര്യമുള്ള ഒരു ആൺകുട്ടിയാണെന്ന് ഞാൻ സമ്മതിക്കാം. അത് മാത്രം പോരാ, പിന്നെ ഈ കവളിൽ ചൂടുള്ളൊരു സമ്മാനം കൂടി തരുമോ? ഇനി വൈകിക്കണ്ട, വാക്ക് പാലിച്ചോളൂ. കണ്ണടച്ചു നിന്നാ തരാം. മായേ, ദേ അവിടെ നിൽക്കാൻ. വാക്ക് പാലിക്കണം കേട്ടോ. മോളിൽ വന്നാ വാക്ക് പാലിക്കാം. ഇനി പേടിക്കാനൊന്നുമില്ല. നൗ ഷീസ് നോർമൽ. ജെയിംസേട്ടാ, അപ്പച്ചാ. മായേ, ദേ നോക്കി. മുത്തശ്ശി, കൃഷ്ണേട്ടൻ, അമ്മാവൻ, ഞങ്ങൾ എല്ലാരും ഉണ്ട് ഇവിടെ. ഇവരൊക്കെ ആരാ ജെയിംസേട്ടാ? മായേ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ ഉണ്ണിയാ. ഉണ്ണിയോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇത് മായയല്ല ഡെയ്സി ആണെന്ന്. ഡെയ്സി? ഇത് ചതിയാ. നിങ്ങൾ എല്ലാരും കൂടെ മന്ത്രവാദവും കൂടോത്രം ചെയ്ത് എന്റെ മായയുടെ സമനില തെറ്റിച്ചതാ. എന്റെ മായ ഈ അവസ്ഥയിലാക്കിയപ്പോ തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? മായേ, ഇവര് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്, എല്ലാം കള്ളോ. നീ എന്റെയാ, എന്റെ പാത്രം. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല.
ഉണ്ണി ഞാൻ പറയുന്ന ഒന്ന് ഞാനൊന്നും പറയണ്ടോ. എന്റെ മായയെ തട്ടിയെടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ കൊല്ലു നിന്ന് ഞാൻ. ഉണ്ണി, വേണ്ട. എന്തായിരുന്നു ഇങ്ങോട്ട് വരാൻ വരാനാ പറഞ്ഞത്. ഇങ്ങോട്ട് മാറ്. എന്താ ഇതൊക്കെ മോൾ ഇതൊന്നും അറിയണ്ട, റെസ്റ്റ് ചെയ്തോളൂ. അതല്ല, ഡെയ്സി എല്ലാം അറിയണം. എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഉണ്ണിയില്ലേ? എന്തിനാ എന്റെ കുട്ടിയെ വീണ്ടും അന്വേഷിക്കണേ? നിങ്ങൾക്കറിയോ, അവനിപ്പോ ആരോടും ഒന്നും ഉരിയാടാറില്ല, ഭക്ഷണവും ഇല്ല. തകർന്നു പോയി എന്റെ കുട്ടി. നിങ്ങൾക്ക് നിങ്ങളുടെ പെണ്ണിനെ തിരിച്ചു കിട്ടിയില്ലേ? കഴിഞ്ഞതൊക്കെ അല്പം വിഷമത്തോടു കൂടിയാണെങ്കിലും ഞങ്ങളത് മറക്കാൻ ശ്രമിക്കുക. കോലത്തെ ശാപങ്ങളൊക്കെ തീർന്നിരിക്കുക. ഞങ്ങളുടെ ഉണ്ണിക്ക് ഞങ്ങൾ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചോളാം. ഈ നിൽക്കുന്ന ഉണ്ണി അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഡേസിയെ വിവാഹം കഴിക്കാൻ ആലോചിച്ചത് ശരി തന്നെ. പക്ഷേ ഉണ്ണിക്ക് ഡേസിയോടുള്ള സ്നേഹത്തിന്റെ മുമ്പിൽ ബാക്കിയെല്ലാം നിസ്സാരമാണ്. കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഡേസിക്കും അത് ബോധ്യമായി. ഇനി മുതൽ അവൾ ഡേസിയല്ല, ഈ കോലോത്ത ഉണ്ണിയുടെ, നിങ്ങളുടെ മായ. മായേ, പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഈ കോലത്ത് ഒരു അനന്തരാവകാശം ഉണ്ടാകാൻ പോവുക. അതെ, ഉണ്ണി ഒരു അച്ഛനാകാൻ പോകുന്നു. കൺഗ്രാചുലേഷൻസ്. മോളെ, കുഞ്ഞുകാവു, എന്താ ഇത്? ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് വിചാരിച്ചോ? ഉണ്ണിക്ക് മായയായി, കൃഷ്ണന് കൊച്ചുറേസിയായി, 46 വയസ്സ് കഴിഞ്ഞിട്ട് മോഹങ്ങൾ ഉള്ളിൽ ഒതുക്കി നിൽക്കണ ആ പാവം രാമന്റെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കണം. മനസ്സിലായോ? ഉവ്വേ. എന്റെ കാര്യം ശരിയായിട്ടോ? എടാ, നിന്നെ ഞാൻ അവൻ പറഞ്ഞത്